ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ളത്. ഈ കഥ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. ദൈവം മനുഷ്യരുടെ പാപങ്ങളാൽ വളരെ ദുഃഖിതനായി. അതുകൊണ്ട് അവൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ഒരു പ്രളയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ നോഹ എന്ന നീതിമാനായ മനുഷ്യനെ ദൈവം രക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം നോഹയോട് ഒരു വലിയ പെട്ടകം നിർമ്മിക്കാൻ കൽപ്പിച്ചു. അതിൽ തന്റെ കുടുംബവും ഓരോ ജീവജാലത്തിന്റെയും ഒരു ജോഡിയെ നോഹ കയറ്റണം. നോഹ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പെട്ടകം നിർമ്മിച്ചു. പ്രളയം വന്നപ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ സുരക്ഷിതരായിരുന്നു. മറ്റെല്ലാ ജീവജാലങ്ങളും നശിച്ചുപോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റിത്തുടങ്ങി. പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ തട്ടി നിന്നു. ദൈവം നോഹയോട് പെട്ടകത്തിൽ നിന്ന് പുറത്തു വരാൻ കൽപ്പിച്ചു. നോഹയും കുടുംബവും മൃഗങ്ങളും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. ദൈവം നോഹയുമായി ഒരു നിയമം ഉണ്ടാക്കി. അതായത്, ദൈവം ഒരിക്കലും ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്നും ഒരു ചിഹ്നമായി ആകാശത്ത് ഒരു മഴവില്ല് ഉണ്ടാകുമെന്നും. ദൈവം നീതിമാനായവരെ സംരക്ഷിക്കും. നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് നല്ലതാണ്.